ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. ഇനി ഇവിടെ കാണിക്കുന്നത് ഞങ്ങളുടെ പുതിയ വീടിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇത് പണിയുന്നത് കൊടുങ്ങല്ലൂർ റൂട്ടിൽ ചേറ്റുവ അഞ്ചാങ്കല്ലിലാണ്. ഹൈവേന്ന് 1 കിലോമീറ്റർ ഉള്ളോട്ട് ഇങ്ങോട്ടുള്ള ദൂരം. അപ്പൊ ഇത് 6 സെന്റ് ആണ് മൊത്തത്തിലുള്ളത്. 6 സെന്റില് 3 സെന്റിലാണ് കേട്ടോ വീട് നിൽക്കുന്നത്. 2100 സ്ക്വയർ ഫീറ്റ് ആണ് വീട്. ഇപ്പൊ വീട് പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ടൈല് പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരുക്കങ്ങളാണ്. ടൈലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോ വരുന്നത് സിറ്റ് ഔട്ട്, ലിവിങ് ഏരിയ, ഫാമിലി ലിവിങ്, ഡൈനിങ് ഹാള്, 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ്, ഒരു ഓപ്പൺ കിച്ചൺ, പിന്നെ വർക്ക് ഏരിയ. ഇത്രയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇതൊരു ബെഡ്റൂമാണ് കേട്ടാ. അപ്പൊ ബെഡ്റൂമിലൊക്കെ ടൈലും അതുപോലെ ടൈലും ഒട്ടിക്കാനുള്ള പേസ്റ്റും ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ടൈലൊട്ടിക്കാനുള്ള പേസ്റ്റ് ആണിത്. എല്ലാ ബെഡ്റൂമിലും ഇതുപോലെ കബോർഡുകൾ ഉണ്ട് കേട്ടോ. കബോർഡുകൾ ചെയ്തിരിക്കുന്നത് ഫെറോ സിമെന്റിലാണ്. 4 ബാത്റൂമും അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഡൈനിങ് ഹാള്. ഈ ഡൈനിങ് ഹാള് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ പണിതിട്ടുള്ളത്. ഓപ്പൺ കിച്ചൺ ആണ്. അപ്പൊ ഇവിടെ ഹാൻഡ് റെയിലൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഡൈനിങ് ഹാള് കാണുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിലൊരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പകൽ സമയമൊക്കെ നല്ല വെളിച്ചം കിട്ടാനായിട്ട് ഒരു പർഗോള സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് വാഷ് ഏരിയ ആണ് കേട്ടോ. അവിടെ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു റൂമാണ്. ഈ റൂമിന്റെ അളവ് ഒരു 12x11 ആണ് കേട്ടോ. അപ്പൊ അതിലുള്ളില് ചെറിയ റൂമാണിത്. 12x11 ആണ്. ബാക്കിയുള്ള റൂമൊക്കെ 13x11 ആണ് കേട്ടോ അളവ്. ഇതാണ് കിച്ചൺ. ഇതിലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. കബോർഡുകളൊക്കെ ഒരുപാട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. താഴെ നന്നായിട്ട് മിനുസപ്പെടുത്തിയിട്ടുണ്ട്. അതെന്താ വെച്ചാല് പേസ്റ്റിൽ ഒട്ടിക്കുന്ന കാരണമാണ് ഇങ്ങനെ മിനുസപ്പെടുത്തിയെന്നാണ് അവർ പറഞ്ഞത്. ഇനി വരുന്നതാണ് വർക്ക് ഏരിയ. അടുപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത് വർക്ക് ഏരിയയിലാണ് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് അടുപ്പ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി മുകൾ ഭാഗത്താണ്. താഴെയും മേലെയും കൂടിയിട്ട് 4 ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത്. 4ഉം അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ പോലെ തന്നെ മുകളിലും ഹോളൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ ഹാൻഡ് റെയിൽ പിടിപ്പിക്കാനുണ്ട് കേട്ടാ. അപ്പൊ ടൈല് പണി കഴിഞ്ഞിട്ട് വേണം ആ ഒരു പണി ചെയ്യാനായിട്ട്. ഇത് മുകളിലത്തെ ഒരു റൂമാണ്. എല്ലാ റൂമിലും കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫെറോ സിമെന്റിലാണ് കബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ. കബോർഡുകളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലുണ്ട് ഒരു ബാത്റൂം. ബാത്റൂമുകളൊക്കെ അത്യാവശ്യം വലുപ്പമുണ്ട്.
മുകളിൽ ഇവിടെ നിന്ന് നോക്കിയാല് നമുക്ക് ഡൈനിങ് ഹാള് കാണാം. അപ്പൊ ഇവിടെ ഹാൻഡ് റെയിൽ പിടിപ്പിക്കാനുണ്ട്. ഇതാണ് നമ്മൾ ഡബിൾ ഹൈറ്റില് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മുകളിലത്തെ ഒരു ബെഡ്റൂം കൂടിയാണിത്. ഈ ഒരു ബെഡ്റൂമില് ഡ്രസ്സിംഗ് റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. അതിലും കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പുറത്തേക്ക് ചെറിയൊരു ഏരിയ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഗ്ലാസ് ഇടാനാണ് ഉദ്ദേശിച്ചേക്കണത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെടികളൊക്കെ വെക്കാം. അവിടെ നല്ല ഭംഗി ഉണ്ടാവും ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാല്. പുറത്തേക്ക് നല്ല വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന്. ഇനി വരുന്നതാണ് കേട്ടോ മുകളിലത്തെ സിറ്റ് ഔട്ട്. ഇതാണ് മുകളിലത്തെ സിറ്റ് ഔട്ട്. ഇനി ഇത് പുറത്തേക്കുള്ള ഡോറാണ്. അപ്പൊ ഇവിടെയാണ് നമ്മള് വാഷ് മെഷീനും അലക്കുകല്ലൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഇവിടുന്ന് മുകളിലേക്ക് ഒരു കോണി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കോണി കൊടുത്തിട്ടില്ല, മുകളിലേക്ക് ഒരു കോണി പണിയുന്നുണ്ട്. അപ്പൊ ഇത് മുകൾ ഭാഗമാണ്. നമുക്ക് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ നടത്താൻ പറ്റിയൊരു അത്രയും സൗകര്യം ഉണ്ട് മുകളില്. നല്ല വീതി വിസ്താരമുള്ള സ്ഥലമാണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കയറിയത്. അപ്പൊ കുട്ടികളും കയറിയിട്ടുണ്ടായിരുന്നു. അവര് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരവിടെ കയറി ഭയങ്കര കളിയായിരുന്നു. ഇതിന്റെ ബാക്കിൽ കാണുന്നത് ഒരു കുളമാണ് കേട്ടോ. വലിയ കുളമാണ്, ഉപയോഗിക്കുന്ന കുളം തന്നെയാണ്. പിന്നെ റോഡ് സൈഡിൽ കൂടെയാണ് റോഡ് പോകുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ റോഡ് സൈഡിൽ കൂടെ പോകുന്നത്. ഇതിലൂടെ ഉണ്ടോ നമ്മൾ മുകളിലേക്ക് കയറുന്നത്. ഇവിടെ സ്റ്റെപ്പൊക്കെ ചെയ്യാനുണ്ട്, ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വീടിന്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വീടിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമന്റും ഒക്കെ ഒന്ന് ചെയ്യണേ. താങ്ക് യു.